നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ലഹരി വിരുദ്ധ ദിനമാണ്. നാട്ടിലെങ്ങും ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ഈ നാട്ടിൽ ഈ യുവാക്കൾക്കിടയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ലഹരി ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. പല വീടുകളിലും ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ ലഹരിക്ക് അടിമകളായ മക്കൾ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ നിത്യേന നമ്മൾ കേൾക്കുന്നുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഉറങ്ങിക്കിടന്ന വൃദ്ധ മാതാവിനെ തീ കൊളുത്തി കൊലപ്പെടുത്തിയത് ലഹരിക്കടിമയായ മകനാണ്. മെൽവിൻ എന്ന യുവാവാണ് മാതാവ് ഹിൽഡ ഡിസൂസിയെ കൊലപ്പെടുത്തിയത്. അയൽവാസിയായ ലോളിത എന്ന യുവതിയെയും മെൽവിൻ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലഹരിക്കടിമയായ മെൽവിനും അമ്മയും തമ്മിൽ മദ്യപാനത്തിന്റെ പേരിൽ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പണം ആവശ്യപ്പെട്ട അമ്മയെ ഇയാൾ പതിവായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ഇവരെ പറ്റിയിട്ടുള്ളവർ കൂടുതലായിട്ടും ഇവരെ കരിയല്ല. മറ്റേ അമ്മ മറ്റേ മകനാണ് ഇവിടെ താമസിക്കുന്നത്. മകനാണ് ഇവിടെ വന്നിട്ട് ഇതാക്കുന്നത് കുറച്ചായി മയക്കുമരുന്നിൻ്റെ കുറച്ച് ഇതുണ്ടെന്നാണ് കുറച്ച് വിവരം കിട്ടിയിട്ടുള്ളത്. മറ്റേ അമ്മ മറ്റേ മകനാണ് ഇവിടെ താമസിക്കുന്നത്. മറ്റേ മകൻ നമുക്ക് ഇവിടെ ജനങ്ങളായിട്ട് കൂടുതൽ ബന്ധം ഇല്ലെന്നാണ് വിവരം അറിയുന്നത്. അപ്പോൾ ഈ സംഭവം നമുക്ക് ഒരു നമ്മുടെ ഓർക്കാട് പഞ്ചായത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമാണ്. ഇവരെ അമ്മ ഒരു മകൻ ഇവിടെ സ്വീകരണാക്കുന്നത് ഒരു സംഭവം ജനങ്ങളുടെ ആദ്യമായിട്ടുണ്ട് ഇതായിട്ടുണ്ട്. അതല്ലാതെ എൻ്റെ അമ്മയില്ല, അമ്മയുടെ ആദ്യയുടെ ഭാര്യയുടെ കൂടെ വിളിച്ചിട്ട് മർദ്ദിച്ചിട്ട് മറ്റേ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അവരിപ്പോൾ ഹോസ്പിറ്റലിലുണ്ട്. ഇത്തരം സംഭവം കാണുമ്പോൾ ഒരു വലിയൊരു ഇതായിട്ടാണ് കാണുന്നത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി കർണാടകയിലടക്കം തിരച്ചിൽ തുടരുകയാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, പല കുടുംബങ്ങളിലെയും വില്ലൻ ഇപ്പോൾ ലഹരിയാണ്, മദ്യമാണ്. ലഹരിക്കടിമകളായ മക്കൾ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ലഹരി വിരുദ്ധ ദിനത്തിലെങ്കിലും ഇതുപോലുള്ള വാർത്തകൾ കേൾക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഇന്നും ഈ പകലും നമ്മൾ കേട്ടത് ലഹരിക്കടിമയായ മകൻ അമ്മയെ തീ കൊളുത്തി അത്രയും ക്രൂരമായി മൃഗീയമായി കൊലപ്പെടുത്തിയ ഒരു സംഭവമാണ്. എന്താണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇയാൾ പതിവായി അമ്മയെ പണം ആവശ്യപ്പെട്ട്, ലഹരി വാങ്ങാനുള്ള പണം ആവശ്യപ്പെട്ട് അമ്മയെ ഉപദ്രവിക്കാറുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. തീർച്ചയായും ടോമെ, ഇന്ന് ലഹരി വിരുദ്ധ ദിനത്തിൽ തന്നെ ഇത്തരത്തിലൊരു വാർത്ത, അതും അങ്ങേയറ്റം ക്രൂരമായ രീതിയിൽ സ്വന്തം മാതാവിനെ തീ കൊളുത്തി കൊലപ്പെടുത്തുന്ന ഒരു വാർത്ത, അതാണ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വോർക്കാടിൽ നിന്ന് പുറത്തു വരുന്നത്. അതായത് ഇന്ന് പുലർച്ചെ 1 മണിക്കും രാവിലെ 9:30 ഇടയിലാണ് ഈ ക്രൂര കൃത്യം നടന്നത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന വൃദ്ധ മാതാവിനെ വിളിച്ചുണർത്തി വീടിന് പിറകിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നും തീ കൊളുത്തി, അതായത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ഈ മൃതദേഹ അവശിഷ്ടം തൊട്ടടുത്ത് സമീപത്തായുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് ഈ തൊട്ട് അയൽവാസിയായ ബന്ധുവായ ലോലിറ്റ എന്ന സ്ത്രീയെ ഇവർ വിളിച്ചു വരുത്തുകയോ ആ മാതാവിന് സുഖമില്ല, വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും ഇവരെയും സമാനമായ രീതിയിൽ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇവരെ കഴുത്ത് ഞെരിച്ച് മർദ്ദിച്ചതിന് ശേഷം തീ കൊളുത്തുകയായിരുന്നു. പക്ഷേ ഇവർ മരണപ്പെട്ടില്ല. ഗുരുതരമായ പരിക്കുകളോടെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ടോം സൂചിപ്പിച്ചതുപോലെ എന്താണ് ഈ ഒരു ക്രൂരകൃത്യത്തിന് പ്രധാനപ്പെട്ട കാരണം എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഇയാൾ ഒളിവിലാണ്. ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാൾ ഓട്ടോറിക്ഷയിൽ കയറി കർണാടകയിലേക്ക് കടന്നതായാണ് പോലീസ് പറയുന്നത്. കർണാടകയിൽ ഇയാൾക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ കണ്ടെത്തിയാൽ മാത്രമേ എന്താണ് കൃത്യമായ ഈ കൊലപാതകത്തിൽ, ഈ ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് ഇയാൾ നയിച്ച കാരണമെന്ന് വ്യക്തമാകൂ. പോലീസ് പറയുന്നത് ഇയാൾ ലഹരിക്കടിമയാണ്. പല ദിവസങ്ങളിലും ഈ മാതാവിനെ ഉപദ്രവിക്കാറുണ്ട്, പണം ആവശ്യപ്പെട്ട് ഉപദ്രവിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരാളാണ്. 30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകനാണ് ഇത്തരത്തിൽ തന്റെ വാർദ്ധക്യകാലത്ത് താങ്ങും തണലുമാകേണ്ട മകൻ ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു അമ്മയെ കൊലപ്പെടുത്തുന്നത്. ഇയാളുടെ ഒരു സഹോദരനുണ്ട്. ഇയാൾ ഈ 1 മാസം മുൻപാണ് വിദേശത്തേക്ക് പോയത്. ഇവർ 2 പേർ മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. എന്തായാലും ഈ കേരള കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ വോർക്കാടി എന്ന് പറയുന്ന സ്ഥലം. ഈ സംഭവം നടന്നതിന് ശേഷം
ഈ സ്ത്രീ ഈ ലോലിറ്റ എന്ന യുവതി, അയൽവാസിയായ ഈ യുവതി ഒച്ച വെച്ചതോടുകൂടിയാണ് നാട്ടുകാർ അവിടെ ഓടിയെത്തുന്നത്. അതിനുശേഷം ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ ഓട്ടോറിക്ഷ കയറി ഇവിടെ നിന്നും രക്ഷപ്പെട്ടത്. എന്നാലും ഇയാളെ പിടികൂടാനുണ്ട്. ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തമാവും. നിലവിൽ പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ കാരണം അമ്മയുമായി ഇയാൾ പതിവായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇയാളുടെ അമിതമായ മദ്യപാനം, ലഹരി ഉപയോഗം കാരണം അമ്മ പലപ്പോഴും ഈ മെൽവിനുമായി, യുവാവുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു, തർക്കങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നും പണം ആവശ്യപ്പെട്ട അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു ഒക്കെ നാട്ടുകാർ പറയുന്നു. പക്ഷെ അവിടെയും എന്തിനാണ് ലോലിത, അയൽവാസിയായിട്ടുള്ള ലോലിത എന്ന യുവതിയെ ഇയാൾ ആക്രമിച്ചതെന്ന് അറിയണം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പ്രത്യേകിച്ചും ഈ അയൽവാസിയായ ലോലിത ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ബൈജു? ടോമെ, ഈ ലോലിറ്റയുടെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ ഇതിൽ കൂടുതൽ വ്യക്തത വരൂ. അവരുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇവർക്ക് ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവർക്ക് നേരെയും പെട്രോൾ ഒഴിച്ചാണ് തീ കൊളുത്തിയത്. കൊലപ്പെടുത്താൻ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രതി ഇത് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. അവർ വലിയ പരിക്കുകളോടെ 40% പൊള്ളലേറ്റ് ഇവർ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയാൽ ഇതിൽ ഒരു കാരണം പോലീസിന് കണ്ടെത്താൻ സാധിക്കും. അതല്ലെങ്കിൽ ഈ പ്രതിയെ പിടികൂടണം. പ്രതി കർണാടകയിലേക്ക് കടന്നതുകൊണ്ട് തന്നെ കർണാടകയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഹിൽഡ ഡിസൂസ എന്ന ഈ വൃദ്ധ മാതാവ് ഊണ് കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങുകയായിരുന്നു. ഈ മകൻ ഇത്തരത്തിൽ പുലർച്ചെ 1 മണിക്കും രാവിലെ 9 മണിക്കും ഇടയിൽ, എഫ്ഐആർ അങ്ങനെയാണ് പറയുന്നത്, ഈ സമയത്ത് എന്തിനാണ് ഇവരെ വിളിച്ചുണർത്തി വീടിന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ അതിക്രൂരമായി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത് എന്ന ഒരു അത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് ഇവരോട് സംസാരിക്കുമ്പോഴും എന്താണ് കാരണമെന്ന് ഇവർക്കും ഒരു വ്യക്തതയില്ല. നാട്ടുകാർ പറയുന്നത് പതിവായി മദ്യപിച്ച് വീട്ടിലെത്തി അമ്മയെ ഉപദ്രവിക്കാറുണ്ട്. ആ അമ്മയും മകനും മാത്രം താമസിക്കുന്ന ഒരു വീടാണ്. പലപ്പോഴും ഇവിടെ ഇത്തരത്തിൽ അമ്മയെ ഉപദ്രവിക്കാറുണ്ട്. അത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ പണം ആവശ്യപ്പെട്ടായിരുന്നു ഇത്തരത്തിൽ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ പണം ലഭിക്കാത്തതിനെ തുടർന്ന്, അതല്ലെങ്കിൽ വലിയ തോതിൽ പണം ആവശ്യപ്പെട്ട് അത് ലഭിക്കാത്തതിനെ തുടർന്ന് കൊലപ്പെടുത്തിയാണ്. എന്തായാലും അത്രത്തോളം ഹീനമായ ഒരു കൊലപാതകമാണ് നടത്തിയത്. സ്വന്തം മാതാവിനെയാണ് ഇത്തരത്തിൽ അതിക്രൂരമായി തീകൊളുത്തി, പെട്രോളൊക്കെ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുന്നത്. ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി വിരുദ്ധ ദിനം വലിയ തോതിൽ ആഘോഷിക്കുകയാണ്. നമ്മൾ ഇതിനെതിരെ പോരാടുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ലഹരിക്കടിമയായ ഒരാളിൽ നിന്നും ഇത്തരത്തിൽ ഒരിക്കലും നമ്മൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കാത്ത, അതല്ലെങ്കിൽ നൊമ്പരമായി മാറുന്ന ആ മാതാവ്, അത്രത്തോളം മകനെ സ്നേഹിക്കുകയും മകനൊപ്പം താമസിക്കുന്ന ആ മാതാവ് ഇതെല്ലാം സഹിച്ച് സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പോലീസും അത് ഉറപ്പിക്കുന്നുണ്ട്. അപ്പോഴും എന്തിനാണ്, ടോം നേരത്തെ ചോദിച്ചൊരു സംശയം തന്നെയാണത്, ലോലിറ്റയെ ഇവർ എന്തിനാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഇത്തരത്തിൽ കള്ളം പറഞ്ഞ് വീട്ടിലേക്ക് വരുത്തി വെച്ച് മാതാവിനെ കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ ഇവരെയും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശം ഉണ്ടായത്? അത് എന്തായാലും ഈ ലോലിറ്റയുടെ മൊഴി രേഖപ്പെടുത്തിയാലേ അതിനൊരു വ്യക്തത വരും. അതല്ലെങ്കിൽ ഈ പ്രതിയെ പിടികൂടണം. ഏതായാലും ഈ പ്രതിയെ പിടികൂടിയാൽ മാത്രമേ ഈ കൊലപാതകത്തിന്റെ കൃത്യമായ കാരണം എന്നത് കണ്ടെത്താൻ സാധിക്കൂ. ഏതായാലും നിലവിൽ കൊലപാതക കുറ്റം ഉൾപ്പെടെ ചുമത്തി പിടികൂടിയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ കാരണം സംബന്ധിച്ചുള്ള വ്യക്തത വരികയുള്ളൂ. ഇയാളത് കർണാടകയോട് ചേർന്ന പ്രദേശമാണെന്ന് പറയുന്നുണ്ട്. ഇയാൾ ഒളിവിൽ പോവുകയാണെങ്കിൽ കർണാടകയിലേക്ക് പോകാനാണോ സാധ്യത, അതോ ഈ സമീപ പ്രദേശങ്ങളിൽ തന്നെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനായിരിക്കുമോ സാധ്യത? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി അല്പസമയം ഞാൻ ബന്ധപ്പെട്ടിരുന്നു. നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഓട്ടോറിക്ഷയിൽ ഇയാൾ കയറി മംഗളൂരു ഭാഗത്തേക്ക് കടന്നതായാണ്. അങ്ങനെയാണെങ്കിൽ കർണാടകത്തിലേക്ക് കടന്നതായാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ടോമ, ഈ മേഖലകൾ നമുക്കറിയാം, ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. മദ്യ മാഫിയ സംഘങ്ങൾ വിളയാടുന്ന ഒരു പ്രദേശമാണ്. തൊട്ട് മാസങ്ങൾക്ക് മുൻപാണ് ഓട്ടോ ഡ്രൈവറെ ഇത്തരത്തിൽ വാടകയ്ക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി കൊലപ്പെടുത്തി കിണറ്റിലെറിഞ്ഞത്. അത് ഈ സംഭവം നടന്നതിന് തൊട്ട് സമീപത്താണ് ആ ഒരു സംഭവം നടന്നത്. അത്രത്തോളം വലിയ തോതിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ്, മണൽ മാഫിയ, ചൂതാട്ട കേന്ദ്രങ്ങൾ, ഇതൊക്കെയുള്ള ഒരു പ്രദേശമാണിത്. പ്രത്യേകിച്ച് ഇവിടെ എന്തെങ്കിലും ഒരു ഇത്തരത്തിലുള്ള കുറ്റകൃത്യം നടത്തിയാൽ അവർക്ക് പെട്ടെന്ന് കർണാടകയിലേക്ക് കടന്ന് രക്ഷപ്പെടാൻ പറ്റും. ഈ കർണാടകയുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണിത്. പ്രത്യേകിച്ച് പോലീസിന്റെ സാന്നിധ്യം ഈ മേഖലകളിലൊക്കെ കുറവാണ്. നമുക്കറിയാം, മഞ്ചേശ്വരം എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷൻ, വലിയ ഒരു ഏരിയ, ആ ഏരിയ മുഴുവൻ കവർ ചെയ്യേണ്ടത് മഞ്ചേശ്വരം എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. അതിന്റെ ഒരു
അവർക്കുള്ള ഒരു നിസ്സഹാവസ്ഥയാണ് ഇത് ചൂഷണം ചെയ്യുന്നത്. ഈ ഭാഗത്ത് ചൂതാട്ട കേന്ദ്രങ്ങൾ, നിരവധി കേന്ദ്രങ്ങളുണ്ട്. അത്തരത്തിൽ ചൂതാട്ട കേന്ദ്രങ്ങളിലൊക്കെ നിരവധി കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ സമീപ മാസങ്ങൾക്ക് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രദേശം ഈ മീഞ്ചപ്പദവ്, മഞ്ചേശ്വരം അതിർത്തി, തലപ്പാടി മേഖലകളൊക്കെ ഇത്തരത്തിൽ ഒരു സംഘങ്ങളുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് മണൽ മാഫിയ, നേരത്തെ സ്പിരിറ്റ് ഒക്കെ ഉണ്ടായിരുന്ന സ്പിരിറ്റ് കടത്തുകാരൊക്കെ ഇപ്പോൾ മണൽ മാഫിയ സംഘങ്ങളും അതുപോലെ തന്നെ മയക്കുമരുന്ന്, മദ്യം ഇതിനൊക്കെയുള്ള ഒരു താവളമായി ഈ പ്രദേശം മാറിയിരിക്കുന്നു. പെട്ടെന്ന് പോലീസ് എത്തുകയാണെങ്കിൽ അവർക്ക് കർണാടകയിലേക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നതാണ് ഇവിടെ ഇത്തരത്തിൽ തമ്പടിക്കാൻ കാരണം. കഴിഞ്ഞ ദിവസം തന്നെ മഞ്ചേശ്വരം തലപ്പാടി അതിർത്തിയിൽ ഇത്തരത്തിൽ മദ്യം മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടികൂടിയത്. ഇത് അതിർത്തിയിൽ എത്തിച്ച് അതിനുശേഷം കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഇതുവഴിയാണ് മദ്യവും മയക്കുമരുന്നും ഒക്കെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ കൂടുതൽ പരിശോധന ഈ ഭാഗങ്ങളിലൊക്കെ വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയരുന്നുണ്ടായിരുന്നു. വലിയ തോതിൽ ബാങ്ക് കവർച്ചയൊക്കെ നടന്നത് ഈ തൊട്ട് സമീപത്തായാണ്. കർണാടകയിലാണെങ്കിലും കർണാടകയിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യം നടത്തിയാൽ അവർ കേരളത്തിലേക്ക് രക്ഷപ്പെടുന്ന ഒരു പതിവ്. അത് ഈ പോലീസ് അന്വേഷണം വൈകിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാമെന്നൊരു ധാരണയിലാണ് ഇത്തരത്തിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർ ചെയ്യുന്നത്. ഏതായാലും ഇയാളെ പിടികൂടാൻ കഴിയും തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതിനായി തലപ്പാടി ടോൾ പ്ലാസയിലെ CCTV, അതോടൊപ്പം ഈ സമീപ പ്രദേശങ്ങളിലെ CCTV ഒക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇയാൾ എങ്ങോട്ടാണ് പോയതെന്ന്, ഇയാളുടെ നീക്കങ്ങൾ പോലീസ് മനസ്സിലാക്കാൻ വേണ്ടിയാണത്. എന്നാലും ഇയാൾ ഉടനെ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഈ ക്രൂരമായ കുറ്റകൃത്യത്തിലേക്ക് നയിച്ച കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോലിപ്പിയുടെ മൊഴി രേഖപ്പെടുത്താറുണ്ട്. ഇവർക്ക് വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ലഹരിക്കടിമയായ മകനാണ് അമ്മയെ തീ കൊളുത്തി ചുട്ടരിച്ച് കൊലപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി കർണാടകയിൽ ഉൾപ്പെടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ്സുകാരി ആശിർനന്ദയുടെ ആത്മഹത്യ കാരണമെന്താണ്? അതായത് ഡിവിഷൻ മാറ്റിയതിൻ്റെ മനോവിഷമത്തിലാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പരാതി. ഇതേ തുടർന്ന് ഈ സ്കൂളിലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സ്കൂളിനെതിരെ ഉയർന്നത്. പ്രിൻസിപ്പൽ ഉൾപ്പെടെ 3 ജീവനക്കാരെ പുറത്താക്കിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോലീസ് സാന്നിധ്യത്തിൽ രക്ഷിതാക്കള്, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്നിവരുടെ സംയുക്ത യോഗം ചേരുന്നുണ്ട്. രക്ഷിതാക്കളുടെ മൊഴിയും പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. അതിനിടെ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. സ്കൂളിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ മാർച്ച് നടത്തി. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട്. ഷംന, ഈ ആശിർ നന്ദയുടെ ആത്മഹത്യക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെയും ഇന്നുമായി സ്കൂളിൽ തുടർന്നു. വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. പ്രതിഷേധ സമരങ്ങൾ അക്രമാസക്തമാകുന്ന സാഹചര്യം. പ്രിൻസിപ്പൽ ഉൾപ്പെടെ 3 ജീവനക്കാരെ പുറത്താക്കിയിട്ടുള്ള 3 പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ? അതോടൊപ്പം ഈ കേസിന്റെ അന്വേഷണം, ഈ പെൺകുട്ടിയുടെ ആശിർ നന്ദയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം എന്താണ്? പോലീസ് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ? പോലീസിന്റെ നേതൃത്വത്തിൽ സംയുക്ത യോഗം ചേരുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും കൂടുതൽ തുടർ നടപടികളിലേക്ക് കടക്കുക. ഒപ്പം തന്നെ ഈ മാതാപിതാക്കളുടെ, ആശിർ നന്ദയുടെ മാതാപിതാക്കളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. അതായത് സ്കൂൾ അധികൃതർക്കെതിരെ വലിയ രീതിയിലുള്ള ഗുരുതര ആരോപണങ്ങളാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഉന്നയിക്കുന്നത്. ഈ മാതാപിതാക്കളാണ് കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്, വലിയ രീതിയിലുള്ള മാനസിക പ്രയാസം കുട്ടിക്കുണ്ടായിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഇന്ന് മൊഴിയെടുത്ത ശേഷമായിരിക്കും ഈ അധികൃതർക്കെതിരെയും ഒപ്പം സ്കൂളിനെതിരെയും എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത്, എത്രത്തോളം ഗുരുതരമുള്ള വകുപ്പുകളാണ് ചുമത്തേണ്ടത് എന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും പ്രതിഷേധം അത് കനക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ AYSFന്റെയും ഒപ്പം തന്നെ SFIയുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിരുന്നു. സ്കൂളിലേക്ക് മാർച്ച് നടന്നിരുന്നു. ഒപ്പം തന്നെ ഈ പ്രിൻസിപ്പൽ അടക്കമുള്ള 3 ജീവനക്കാരെ നിലവിൽ സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടെങ്കിലും കൂടുതൽ പേര് കേസിൽ പ്രതികളാണെന്നും ഒപ്പം തന്നെ കടുത്ത നടപടി തന്നെ, കൊലക്കുറ്റം തന്നെ ഇവർക്കെതിരെ ചുമത്തണമെന്നുമാണ് ഇപ്പോൾ പ്രതിഷേധക്കാരുടെ ആവശ്യം.
അതിനായാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ശക്തമാക്കിയിട്ടുള്ളതും. പ്രധാനമായും ഉയരുന്ന ഒരു ആരോപണം, ആക്ഷേപം, ഈ അധ്യാപകർ അത് എന്തിൻ്റെ പേരിലാണെങ്കിലും കുട്ടികളെ ഇത്തരത്തിൽ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക്, വളരെയധികം മനോവിഷമത്തിലേക്ക് തള്ളിയിടുന്ന തരത്തിൽ അധ്യാപകരുടെ പെരുമാറ്റം, അതാണ് ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയതും. നേരത്തെ തന്നെ ഈ ആഷിർ നദ്ദയ്ക്ക് മാർക്ക് കുറവായതിൻ്റെ പേരിൽ ക്ലാസ്സിലെ ഡിവിഷൻ മാറ്റിയിരുന്നു. അതായത് 9ാം ക്ലാസ്സിലെ തൻ്റെ ഡിവിഷനിൽ നിന്നും മറ്റൊരു ക്ലാസ്സിലേക്ക് ഇരുത്തിയിരുന്നു. അതിൽ കുട്ടിക്ക് വളരെയധികം മനോവിഷമമുണ്ടായി, പ്രയാസമുണ്ടായിരുന്നു. പിന്നാലെ ഈ കുട്ടി ഇനി പഠിച്ചില്ലെങ്കിൽ, ഇനി മാർക്ക് കുറഞ്ഞാൽ 8ാം ക്ലാസ്സിലേക്ക്, അതായത് 9ാം ക്ലാസ്സിലുള്ള കുട്ടി വീണ്ടും 8ാം തരത്തിലേക്ക് തന്നെ പോയി ഇരുന്നോളാം എന്ന് കുട്ടിയെ നിർബന്ധിച്ച് കത്തെഴുതിച്ചു എന്നതും ഒരു ആരോപണമുണ്ട്. ഇതാണ് കുട്ടിയെ കൂടുതൽ മനോവിഷമത്തിലേക്ക് തള്ളിയിട്ടത്. വീണ്ടും ഈ നാണക്കേട് ഭയന്നും മറ്റും അത് കുട്ടിയെ വല്ലാത്ത മാനസിക പ്രയാസത്തിലാക്കിയിരുന്നു. ഇതൊക്കെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ബന്ധുക്കളും ഈ കുട്ടിയുടെ മാതാപിതാക്കളും ആരോപിക്കുന്നത്. ഇത്തരത്തിൽ ഒരു കുട്ടിയെ മാനസികമായി തളർത്താനും പഠനത്തിന്റെ പേരിൽ, നമുക്കറിയാം പല കുട്ടികൾക്കും പലതരത്തിലായിരിക്കും കഴിവുണ്ടാകുക. ചിലപ്പോൾ പഠനത്തിൽ അല്ലെങ്കിൽ മറ്റ് കായിക മേഖലകളിലൊക്കെ ആയിരിക്കും. എന്തിന്റെ പേരിലാണെങ്കിലും പഠനത്തിന്റെ പേരിൽ, മാർക്ക് കുറഞ്ഞതിന്റെ പേരിലൊക്കെ ഇത്തരത്തിൽ മാനസികമായി കുട്ടികളെ ബുദ്ധിമുട്ടിലാക്കി ആത്മഹത്യയിലേക്ക് അടക്കം നയിക്കുന്ന ഒരു അധ്യാപകർ, അവരെങ്ങനെയാണ് അധ്യാപകർ എന്ന് വിളിക്കുന്നത്? അവരെങ്ങനെയാണ് ഈ കുട്ടികളെ, ഈ ആഷിർ നദ്ദ മാത്രമല്ല സ്കൂളിലുള്ളത്, മറ്റു പല കുട്ടികളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഒരു നിലവാരമില്ലാത്ത അധ്യാപകർ എന്ന് പോലും വിളിക്കാൻ കഴിയാത്തവർ, ഇവരെ ഇനി മറ്റു കുട്ടികളെ കൂടി പഠിപ്പിക്കും, മറ്റു കുട്ടികളെയും ഇതേ തരത്തിൽ മാനസിക ബുദ്ധിമുട്ടിലാക്കും, വിഷമത്തിലാക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണവും. കൃത്യമായി ഇപ്പോൾ നിലവിൽ 3 പേർക്കെതിരെ, പ്രിൻസിപ്പൽ അടക്കം 3 പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടല്ലോ, സസ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ പ്രതിഷേധക്കാർ ഇവിടെ ഉന്നയിക്കുന്ന ആവശ്യം ഈ ആരോപണ വിധേയരായിട്ടുള്ള അധ്യാപകർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാണ്. നിലവിൽ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം എന്താണ്? അത്തരമൊരു നടപടി ഈ അധ്യാപകർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? സ്കൂളിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ രക്ഷിതാക്കളുടെ മൊഴി എന്ന് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ടോം, അല്പസമയത്തിനകം തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. അതിനുശേഷമായിരിക്കും ഈ രക്ഷിതാക്കളുടെ മൊഴിയെടുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മൊഴിയെടുത്ത ശേഷമായിരിക്കും ഈ അധ്യാപകർക്കെതിരെയും ഒപ്പം തന്നെ സ്കൂളിനെതിരെയും എന്ത് വകുപ്പുകൾ അടക്കം ചുമത്തണം എന്ന കാര്യത്തിലോട്ട് പോലീസ് ഒരു തീരുമാനത്തിലെത്തുക. കാരണം വളരെയധികം ഗുരുതരമുള്ള ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. അത് ഇനി മൊഴിയിൽ മാതാപിതാക്കൾ ഉറച്ചു നിൽക്കുമോ, മറ്റെന്തെങ്കിലും കൂടി അവർക്ക് പറയാനുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിച്ച് മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ടോം, വ്യക്തമാണ്. ഷംന, ഒരു കാര്യം കൂടി, ഈ പ്രതിഷേധം ഇപ്പോൾ, കാരണം ASFന്റെ ഭാഗത്തു നിന്നും അങ്ങനെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. ഈ പ്രതിഷേധം അവസാനിച്ചോ? മാത്രമല്ല, ഇനിയൊരു യോഗം നടക്കുന്നുണ്ടല്ലോ, ഈ പോലീസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിനിധികളടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം. ഈ യോഗത്തിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികൾ, അതായത് സ്കൂളിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, അതിനപ്പുറം വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ടോം, നിലവിൽ ഇപ്പോൾ AISFന്റെ പ്രതിഷേധം അവസാനിപ്പിച്ചെങ്കിലും SFI പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കടുത്ത പ്രതിഷേധം തന്നെയാണ് മേഖലയിൽ ഇപ്പോൾ SFI സ്കൂളിന് നേരെ നടത്തുന്നതും. അതിനുശേഷമായിരിക്കും, അല്പസമയത്തിന് ശേഷം തന്നെ യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് പുറത്തു നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികൾ കൂടി യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും രക്ഷിതാക്കളും ഒപ്പം തന്നെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ടോം, വ്യക്തമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുടെയും രക്ഷിതാക്കളുടെയും ഉൾപ്പെടെ സംയുക്ത യോഗം ചേരുന്നുണ്ട്. ഈ മരിച്ച പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 അധ്യാപകർക്കെതിരെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും നടപടി സ്വീകരിച്ചിരുന്നു. 3 പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധക്കാരുടെ ആവശ്യം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു.
മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പേരിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടെ സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സെൻസർ ബോർഡ് റിവ്യൂ കമ്മിറ്റിക്ക് മുന്നിൽ പ്രദർശനം ആരംഭിച്ചു. സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും മുംബൈയിൽ എത്തിയിട്ടുണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ട ഹർജി നാളെ വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് അനുവദിക്കാത്തതിൽ ഹൈക്കോടതി ഇന്നലെ സെൻസർ ബോർഡിനോട് വിശദീകരണം തേടിയിരുന്നു. നാളെ തിയേറ്ററിൽ എത്തേണ്ട ചിത്രത്തിന്റെ റിലീസ് നേരത്തെ തന്നെ മാറ്റിവെച്ചിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇവിടെ ഈ ചിത്രത്തിന്റെ പേരാണ് പ്രശ്നമെങ്കിൽ എന്തിനാണ് ഈ ചിത്രം പൂർണ്ണമായും കാണണമെന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ളൊരു മണിക്കൂറുകളാണ്. ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചിത്രത്തിൻ്റെ പ്രദർശനാനുമതിയുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകുമോ? രാവിലെ 11 മണിയോടുകൂടി തന്നെ സെൻസർ ബോർഡിന്റെ റിവ്യൂ കമ്മിറ്റി ഈ സിനിമ കാണാൻ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം സിനിമ കഴിയുന്ന സമയമായെന്നാണ് നമുക്കിതിന്റെ അണിയറ പ്രവർത്തകരുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നത്. സിനിമ കണ്ടതിന് ശേഷം അവർ അണിയറ പ്രവർത്തകരുമായിട്ടുള്ള ഒരു മീറ്റിംഗും നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും എന്തായിരിക്കും സെൻസർ ബോർഡിന്റെ അന്തിമ തീരുമാനം എന്നത് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും വൈകിട്ടോടുകൂടി ഇതിലൊരു കൃത്യമായിട്ടുള്ള ഒരു ചിത്രം തെളിയുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ തന്നെ ചിത്രത്തിന്റെ നിർമ്മാതാവും സംവിധായകനും ഉൾപ്പെടെയുള്ളവർ മുംബൈയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് പ്രകാരം ഏറെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ പേര് മാറ്റില്ല എന്ന നിലപാടിൽ, മാറ്റേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെ സെൻസർ ബോർഡ് എത്തുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും അവർ വെച്ചു പുലർത്തുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ. കാരണം അത്രയേറെ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഈ സിനിമ. അപ്പോൾ ആ സിനിമ പുറത്തിറങ്ങേണ്ടത് അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ സിനിമയുടെ പേര് മാറ്റുവാനോ അല്ലെങ്കിൽ ഇതിന്റെ കഥാപാത്രത്തിന്റെ പേര് മാറ്റുക എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഒരു സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി മാത്രമേ നമുക്ക് ഇതിനെ കരുതാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇന്നലെ തന്നെ സിനിമയുടെ സംവിധായകനും അണിയറ പ്രവർത്തകരും ഒക്കെ ഉറച്ചു പറഞ്ഞൊരു തീരുമാനം ഈ സിനിമയുടെ പേരോ അല്ലെങ്കിൽ ഇതിന്റെ കഥാപാത്രത്തിന്റെ പേരോ മാറ്റില്ല എന്ന് തന്നെയാണ്. സെൻസർ ബോർഡ് ഈ സിനിമ കണ്ടതിന് ശേഷം ജാനകി എന്ന പേര് ഈ സിനിമയ്ക്ക് അനുയോജ്യമാണ് അല്ലെങ്കിൽ ഇതിന്റെ കഥാപാത്രത്തിന് അനുയോജ്യമാണ് എന്ന തോന്നലുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും അവർ പറയുന്നതും വിശ്വസിക്കുന്നതും.
എന്തായാലും വൈകിട്ടോട് കൂടി തന്നെ ഇതിന്റെ ഒരു അന്തിമ തീരുമാനം നമുക്ക് അറിയാൻ സാധിക്കും. അതിനുശേഷമായിരിക്കും ഹൈക്കോടതി നാളെ ഹർജി പരിഗണിക്കുമ്പോൾ എന്താണോ ഈ സിനിമ കണ്ടതിന് ശേഷം സെൻസർ ബോർഡ് തീരുമാനമെടുത്തത് ഇത് ഹൈക്കോടതിയെ അറിയിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നത്തെ തീരുമാനം അല്ലെങ്കിൽ ഈ തീരുമാനം അനുകൂലമാണെങ്കിൽ നവമി, കാരണം ഈ വെള്ളിയാഴ്ച ചിത്രം തിയേറ്ററിൽ എത്തേണ്ടതാണ്. റിലീസിംഗ് തീരുമാനിച്ചിരുന്നത് ഈ വെള്ളിയാഴ്ചയായിരുന്നു. ഈ സിനിമയ്ക്ക് അനുകൂലമായിട്ടാണ് സെൻസർ ബോർഡിന്റെ തീരുമാനമെങ്കിൽ ഇതിന്റെ റിലീസിംഗ് ഈ വെള്ളിയാഴ്ച തന്നെ ഉണ്ടാകുമോ അതോ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വൈകുമോ? ഇല്ല കേട്ടോ, നാളെ സിനിമ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തില്ല എന്ന് നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു. കാരണം അതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഇത് ഫിലിമിൽ അറ്റാച്ച് ചെയ്ത് ഇത് 3 ഭാഷകളിലാണ്, അതിൽ 1000-ലധികം തിയേറ്ററുകളിലാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. അവിടെയെല്ലാം ഇത് എത്തിക്കുക എന്ന് പറയുന്നത് ടെക്നിക്കലി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇത് റെൻഡർ ചെയ്ത് ഇറക്കണമെങ്കിൽ ഒരു ദിവസമെങ്കിലും വേണമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് ചിത്രം നാളെ തിയേറ്ററുകളിൽ എത്തില്ല എന്നത് നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയതായിരുന്നു അണിയറ പ്രവർത്തകർ. പകരം ഏറ്റവും അടുത്തുള്ള ദിവസം തന്നെ, ഇന്നിപ്പോൾ അനുമതി നൽകിയാൽ തന്നെ അടുത്ത ആഴ്ച ഏറ്റവും ആദ്യം തന്നെ അല്ലെങ്കിൽ എത്രയും വേഗം തന്നെ തിയേറ്ററുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കും. അതോടൊപ്പം തന്നെ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപ് മിനിമം 15 ദിവസം മുമ്പെങ്കിലും ഇതിന്റെ തിയേറ്റർ ബുക്ക് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ സമയം ആവശ്യമാണ്. അങ്ങനെ ഇന്ന് കിട്ടിയാൽ പോലും നാളെ തിയേറ്ററുകളിലേക്ക് എത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. സിനിമ തിയേറ്ററുകൾ ബുക്ക് ചെയ്യണം, ഈ ബുക്ക് മൈ ഷോ ഉൾപ്പെടെയുള്ള അവരുമായി ബന്ധപ്പെടണം. അങ്ങനെ കുറച്ച് സാങ്കേതിക പ്രശ്നമുള്ളതിനാൽ അടുത്ത ആഴ്ചയായിരിക്കും എത്രയും വേഗം തിയേറ്ററുകളിൽ സിനിമ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുക എന്നാണ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഈ ദിവസം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചേറെ സുരേഷ് കോടതി അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. ഇന്നലെ ഈ സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി സെൻസർ ബോർഡിനോട് വിശദീകരണം തേടിയിരുന്നു. ഇനി കേസ് പരിഗണിക്കുമ്പോൾ സെൻസർ ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ചത്? ഈ പേരാണോ പ്രശ്നം അതോ സിനിമയുടെ ഉള്ളടക്കമാണോ? ഇക്കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഇന്ന് ഇക്കാര്യത്തിലൊരു തീരുമാനം സെൻസർ ബോർഡ് അറിയിക്കുമ്പോൾ എന്തിനാണ് പ്രദർശനാനുമതി നേരത്തെ നിഷേധിച്ചത്? ഇക്കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാകുമോ? തീർച്ചയായും ടോം, അത് സെൻസർ ബോർഡിന് എന്തായാലും ഹൈക്കോടതിക്ക് മറുപടി നൽകിയേ മതിയാകൂ. ഇന്നത്തെ തീരുമാനത്തിന് ശേഷം, അതായത് സിനിമ ഇപ്പോൾ രാവിലെ 11 മണിക്ക് തന്നെ ഈ കമ്മിറ്റി സിനിമ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2.5 മണിക്കൂറോളമാണ് സിനിമയുള്ളത്. ഏകദേശം സിനിമ കഴിയേണ്ട സമയമായിട്ടുണ്ട്. അതിനുശേഷം ഈ അണിയറ പ്രവർത്തകരുമായി സംസാരിക്കുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും സെൻസർ ബോർഡിന്റെ അന്തിമമായിട്ടുള്ള തീരുമാനം വരികയുള്ളൂ. അത് അണിയറ പ്രവർത്തകരെയും അറിയിക്കും, ഒപ്പം തന്നെ ഹൈക്കോടതിയെ അറിയിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ ഇവരുടെ മറുപടി കേട്ട ശേഷമായിരിക്കും ഹൈക്കോടതിയിലും എന്താണോ തീരുമാനം. ഇന്നിപ്പോൾ സിനിമ പ്രദർശിപ്പിക്കട്ടെ എന്നൊരു തീരുമാനത്തിൽ എത്തുകയാണെങ്കിൽ ഈ കഴിഞ്ഞ വിവാദങ്ങൾക്കെല്ലാം അർത്ഥമില്ല എന്നതിൽ എത്തി നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ സിനിമയിൽ ഈ പേര് അനുയോജ്യമാണെന്ന നിലപാടിൽ തന്നെ സെൻസർ ബോർഡിനും എത്തേണ്ടി വരും. അതെല്ലാം നമുക്ക് ഈ വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സിനിമയെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ്. സെൻസർ ബോർഡിൻ്റെ റിവ്യൂ കമ്മിറ്റി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്ത് നമുക്ക് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ.
ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ സ്പോട്ട് ലൈവ് തുടരുന്നു. ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ച് NIA റിപ്പോർട്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായി SDPI ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യം. ഭരണതലത്തിൽ സ്വാധീനമുറപ്പിക്കാൻ SDPI സമ്മർദ്ദ ശക്തിയായി ഉപയോഗിക്കാൻ PFI പദ്ധതിയിട്ടു. സേനാവിഭാഗങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ PFI അനുഭാവികളെ സേനാവിഭാഗങ്ങളിൽ ഉൾപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കിയെന്നും NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നേരത്തെ പുറത്തുവിട്ടതാണ്. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായി SDPI ഉയർത്തിക്കൊണ്ടുവരുന്നു എന്ന നീക്കങ്ങൾ മാത്രമല്ല, നമ്മുടെ സേനയിലടക്കം ഈ പറയുന്ന തീവ്ര മനോഭാവമുള്ള തീവ്ര ചിന്താഗതിയുള്ള യുവാക്കളെ കയറ്റി അവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് ഇവിടെ അസ്വസ്ഥത സൃഷ്ടിക്കുക, മറ്റ് ഒരു സാമൂഹ്യ സ്പർദ്ധ സൃഷ്ടിക്കുക, അതോടൊപ്പം ഈ സേനാ വിഭാഗങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക, അങ്ങനെ പല പദ്ധതികളും പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിട്ടതാണ്. എന്താണ് NIA കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം? പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ആരോപണ വിധേയരായിട്ടുള്ള പ്രതികൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രമുഖ നേതാക്കളായിരുന്നു. അവർക്ക് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NIA കൊച്ചി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഗുരുതരമായ പരാമർശങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയുന്ന കാര്യം, പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായി SDPIയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢമായ ഒരു പദ്ധതി പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയിരുന്നുവെന്നാണ്. അതിന് പ്രകാരം പ്രാദേശികമായ തെരഞ്ഞെടുപ്പുകളിൽ SDPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അങ്ങനെ ചില സ്ഥലങ്ങളിൽ വിജയം ഉറപ്പാക്കുന്നു. അങ്ങനെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ SDPI ഒരു സമ്മർദ്ദ ശക്തിയാണ് എന്ന പ്രചാരണം അഴിച്ചുവിടുന്നു. അങ്ങനെ അസംഘടിതരായ അല്ലെങ്കിൽ ചിതറി നിൽക്കുന്ന മുസ്ലിം സമൂഹത്തെ മുഴുവൻ ഒന്നിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു വലിയ കുടയായി SDPIയെ മാറ്റിക്കൊണ്ട് അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു പ്രതീതി SDPIയിലൂടെ സാമൂഹ്യ രംഗങ്ങളിൽ നടത്തുക എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത് ആത്യന്തികമായി ലക്ഷ്യം വെച്ചിരുന്നത് 2047 രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ തിരുത്തി എഴുതിക്കൊണ്ട് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്ന ഗൂഢലക്ഷ്യത്തോടെയായിരുന്നു SDPI ഉൾപ്പെടെയുള്ള സംഘടനകളെ പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയമായി ഉപയോഗിച്ചിരുന്നത് എന്നാണ്. അതിന് എതിരായി നിൽക്കുന്ന ഏത് ശക്തികളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹിറ്റ് ലിസ്റ്റ് ഉൾപ്പെടെ തയ്യാറാക്കിയത്. വിവിധ വ്യത്യസ്ത മത വിഭാഗങ്ങളുടെ തലവന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്ന് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ അവരെ ഇല്ലാതാക്കുന്നതിലൂടെ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ മതസ്പർദ്ധയും കലാപവും വളർത്തുക, അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, ഇതായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലക്ഷ്യമെന്നാണ് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. അതോടൊപ്പം ഈ റിപ്പോർട്ടേഴ്സ് വിങ് എന്ന പേരിൽ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി നിയോഗിച്ചിരിക്കുന്ന പ്രത്യേക സംഘത്തിന് പുറമെ കായിക പരിശീലനത്തിനും ആയുധ പരിശീലനത്തിനുമായി വൈദഗ്ധ്യം നേടിയ പ്രത്യേക സംഘം പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ടായിരുന്നുവെന്നും ഈ റിപ്പോർട്ടിൽ NIA സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പമാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. അതായത് ഇത്തരത്തിൽ ഈ സമ്മർദ്ദ ശക്തിയായി മാറുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് വിവിധ സേനാ വിഭാഗങ്ങളുടെ രഹസ്യ നീക്കങ്ങൾ കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനും അറിയുന്നതിനും അതനുസരിച്ച് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനുമായി പോലീസ് ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് അനുഭാവികളായ ഉദ്യോഗാർത്ഥികളെ പ്രത്യേക പരിശീലനം നൽകി ഈ സേനാ വിഭാഗങ്ങളുടെ ഭാഗമാക്കുന്നതിനുള്ള കോച്ചിങ് അടക്കം ഇവർക്ക് നൽകുന്നുണ്ടായിരുന്നുവെന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ജുഡീഷ്യറിയിലും സ്വാധീനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ കൂടി പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യം വെച്ചിരുന്നു. അതിനുവേണ്ടി SDPIയെ ഉപയോഗിച്ചിരുന്നു എന്നുകൂടി ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിലെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി ഈ കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന്. എന്തായാലും ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം ഇവരുടെ നീക്കങ്ങൾ പൂർണ്ണമായും തടയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ അജണ്ടകൾ, അതായത് നമുക്കറിയാം ഈ NDF നിരോധനത്തിന് ശേഷം മറ്റ് പേരുകളിൽ ഈ തീവ്രവാദ ശക്തികൾ രംഗത്ത് വരുന്നു.
ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷവും സമാനമായ രീതിയിലുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ നമ്മൾ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വിശദമായി പരിശോധിച്ചതാണ്. ഇപ്പോഴും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ സ്ലീപ്പിംഗ് സെല്ല് കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ വീണ്ടും ജാഗരൂകതയോടെ തന്നെ ഇരിക്കേണ്ടതല്ലേ? NIA കൃത്യമായും ഇപ്പോഴും ആ ലിസ്റ്റിലുള്ള ആളുകളെ, ഈ തീവ്രവാദ ബന്ധമുള്ള ആളുകളെ നിരീക്ഷിക്കുന്നുണ്ടോ? അതായത് 250 പേരെയായിരുന്നു ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾക്ക് കോപ്പ് കൂട്ടിയതിൻ്റെ പേരിൽ 2022 സെപ്റ്റംബർ 22-നും 27-നും ഇടയിൽ നടത്തിയ റെയ്ഡിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തത്. അത് മുൻനിര നേതാക്കളായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് അവരുടെ പക്കൽ നിന്ന് ഡിജിറ്റൽ ഡിവൈസുകളടക്കം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിലൂടെയാണ് ഈ ഹിറ്റ് ലിസ്റ്റുകളടക്കം പിടിച്ചെടുക്കുന്നത്. പക്ഷേ രണ്ടാം നിര ഇപ്പോഴും വളർന്നു വരുന്നുണ്ട് എന്നാണ് ഈ ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. ആ രണ്ടാം നിര ഈ ആദ്യ നിരയ്ക്ക് നടപ്പിലാക്കാൻ കഴിയാതെ പോയ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ സമൂഹ മാധ്യമങ്ങളിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ടെലഗ്രാം ആപ്പുകൾ ഉപയോഗിച്ചുൾപ്പെടെ അവരുടെ പ്രവർത്തനം സജീവമാക്കാൻ ശ്രമിച്ചിരുന്നുവെന്നാണ് NIAയുടെ കണ്ടെത്തൽ. അവരെ കണ്ടെത്തി അവർ ആ നടപടികളുടെ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളുടെ ശൃംഖലയുടെ വേരറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിക്കുന്ന നീക്കത്തിലേക്ക് ഈ പരിശോധനകൾ ചെന്നെത്തിയിരിക്കുന്നതെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത്. അതായത് ഹവാല ഇടപാടുകളിലൂടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ സ്വരൂപിക്കുന്ന പണം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്തേക്ക് ഒഴുകിയിരുന്നു എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്. വ്യക്തമാണ്. ഡാൻ തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തു വരുന്നു. DGPമാരുടെ ചുരുക്കപ്പട്ടികയിൽ MR അജിത് കുമാർ ഇല്ല. UPSC ആണ് പട്ടിക പുറത്തുവിട്ടത്. റവാഡ ചന്ദ്രശേഖർ, നിധിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിൽ. ഡാൻ, മുഖ്യമന്ത്രിയുടെ അടുത്ത വിശ്വസ്തൻ, മാത്രമല്ല RSSനൊക്കെ വളരെ BJPക്കും പ്രിയപ്പെട്ട വ്യക്തിയാണ് MR അജിത് കുമാർ എന്ന ആരോപണം ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അദ്ദേഹം ഈ DGPമാരുടെ പട്ടികയിൽ, ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പട്ടികയിൽ നിന്നും പുറത്താക്കാനുള്ള കാരണം എന്താണ്? അത് സീനിയോറിറ്റി മാത്രമാണോ ഇവിടെ പരിഗണിക്കപ്പെട്ടത്? സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന് 30 വർഷത്തെ സർവീസാണ് പ്രധാനമായി നിഷ്കർഷിക്കുന്ന ഒരു വ്യവസ്ഥ. ആ വ്യവസ്ഥ അനുസരിച്ച് നിലവിൽ DGP റാങ്കിലുള്ള 3 പേരെ, ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 3 പേരെ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, നിതിൻ അഗർവാൾ, ഇങ്ങനെ 3 പേരുടെ പേരുകളാണ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് UPSC തയ്യാറാക്കിയിരിക്കുന്ന ചുരുക്കപ്പട്ടികയിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നതെന്നാണ് എടുത്തു പറയുന്നത്. അതിനപ്പുറത്തേക്ക് MR അജിത് കുമാർ, അതോടൊപ്പം മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, ഇങ്ങനെ 3 പേരുകൾ കൂടി സർക്കാർ അയച്ച പരിഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. ഈ 3 പേരിൽ ആരെങ്കിലും ആകുമായിരുന്നെങ്കിൽ അത് കൃത്യമായി സർക്കാരിൻ്റെ ഒരു ഫേവറുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് തലപ്പത്തേക്ക് വരുന്നു എന്ന് കൃത്യമായി പറയാനും കഴിയുമായിരുന്നു. പക്ഷേ ആ താല്പര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് UPSC സർവീസ് ചട്ടങ്ങൾക്ക് വിധേയമായി 30 വർഷം സർവീസ് പൂർത്തിയാക്കിയ DGP റാങ്കിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ DGP റാങ്കിൽ നിലവിൽ സംസ്ഥാനത്ത് തുടരുന്ന 3 ഉദ്യോഗസ്ഥരെയാണ് സംസ്ഥാന പോലീസ് മേധാവിമാരെ തിരഞ്ഞെടുക്കാനുള്ള ചുരുക്കപ്പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ പ്രഖ്യാപിക്കുക. നിലവിലെ പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർബെ സാഹിബിൻ്റെ കാലാവധി വരുന്ന തിങ്കളാഴ്ച അവസാനിക്കുകയാണ്. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. MR അജിത് കുമാറിനെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി UPSCക്ക് സംസ്ഥാന സർക്കാർ ഒരു കത്ത് നൽകിയിരുന്നെങ്കിലും ആ കത്ത് പരിഗണിക്കാൻ UPSC തയ്യാറായില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിയാണ് ഇന്ന് ഡൽഹിയിൽ UPSC ബോർഡിൻ്റെ യോഗത്തിൽ പങ്കെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സർക്കാരിന് ഫേവറബിൾ അല്ലാത്ത ഈ 3 ഉദ്യോഗസ്ഥരിൽ നിന്ന് ആരെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് ഈ തിരഞ്ഞെടുപ്പ് വർഷം സർക്കാർ നിയോഗിക്കും എന്നതാണ് അറിയാനുള്ളത്. വൈകാതെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് ഈ 3 പേരിൽ നിന്ന് ഒരാളെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് ഡോക്ടർ ഷെയ്ഖ് ദർബെ സാഹിബിനെ പകരക്കാരായി തെരഞ്ഞെടുക്കും. സർക്കാരിനെ സംബന്ധിച്ചും MR അജിത് കുമാറിനെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 6 പേരുടെ പട്ടിക കേന്ദ്രത്തിന് സംസ്ഥാനം അയക്കുന്നു. അതിൽ MR അജിത് കുമാറിൻ്റെ പേര് കയറ്റാൻ വേണ്ടി തന്നെ ഇത്തരമൊരു നീക്കമുണ്ടാകുന്നു. നേരത്തെ തന്നെ നിരവധി ആരോപണങ്ങൾ കുടുങ്ങിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ. മാത്രമല്ല ഇവിടെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്
പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതോടൊപ്പം CPM-ഉം RSS തമ്മിലുള്ളൊരു പാലമാണ്, അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ. അങ്ങനെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങൾ ഉയർന്നപ്പോഴും സ്വാഭാവികമായും സംസ്ഥാനം അത്തരം ഒരു പേര്, ഒരു പട്ടികയിൽ ഇദ്ദേഹത്തിൻ്റെ പേരും ഉൾപ്പെടുത്തുമ്പോൾ കേരളം പ്രതീക്ഷിച്ചിരുന്നു, അതായത് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പേരും ഈ പട്ടികയിൽ ഉണ്ടാകുമെന്ന്. എവിടെയാണ് തിരിച്ചടി നേരിട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡാൻ? അതായത് പൂരം കലക്കൽ വിവാദം ഉൾപ്പെടെ പ്രധാനപ്പെട്ട കോളിളക്കം സൃഷ്ടിച്ച കേസുകളിൽ ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ. അങ്ങനെ ഒരാളെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനെതിരെ ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷികൾ വരെ എതിർപ്പുമായി, അല്ലെ CPM-ൻ്റെ ഘടകകക്ഷികൾ വരെ എതിർപ്പുമായി രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ MR അജിത് കുമാറിൻ്റെ പേര് ഉൾപ്പെട്ടേക്കുമെന്ന വലിയ സന്ദേഹങ്ങൾ, അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുമുണ്ടായിരുന്നു. അതിനിടയിലാണ് വിചിത്രമായ ഒരു നടപടി ഇപ്പോൾ UPSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. DGP-മാരുടെ ചുരുക്കപ്പട്ടികയിൽ MR അജിത് കുമാർ ഇല്ല എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. UPSC-യാണ് പട്ടിക പുറത്തുവിട്ടത്. ഡാൻ, ഇപ്പോൾ നിലവിൽ 3 പേരുടെ പേരാണുള്ളത്, അതായത് റവാഡ ചന്ദ്രശേഖർ, നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത. സ്വാഭാവികമായും ഈ സീനിയോറിറ്റി മാത്രമാണ് മാനദണ്ഡമെങ്കിൽ ആർക്കായിരിക്കും സാധ്യത? യോഗേഷ് ഗുപ്തയ്ക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കേണ്ടത് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. പക്ഷേ നിതിൻ അഗർവാളിലേക്ക് ഈ സ്ഥാനം എത്തിച്ചേരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം അദ്ദേഹം നിർണായകമായ പല സുപ്രധാന പദവികൾ സംസ്ഥാന പോലീസിൽ വഹിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്, ക്രമസമാധാന ചുമതലയിൽ അടക്കം. അതുകൊണ്ട് സർക്കാർ ഏത് തരത്തിലായിരിക്കും ഈ 3 പേരിൽ നിന്ന് ഒരാളെ ഈ നിർണായകമായ ഒരു പോസ്റ്റിലേക്ക്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് ഒഴിവ് വരുന്നത്. ആ സ്ഥാനത്തേക്ക് സർക്കാരിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതാണ് പതിവ്. പക്ഷേ അങ്ങനെ നിയമിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല. സർക്കാരിൻ്റെ വിശ്വസ്തരാരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല എന്നതാണ് ഒരു വെല്ലുവിളിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ UPSC നൽകിയിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയ റവാഡ ചന്ദ്രശേഖർ, നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത, ഈ 3 പേരിൽ യോഗേഷ് ഗുപ്ത, നിതിൻ അഗർവാൾ ഈ പേരിൽ ഒന്നിലേക്ക് സർക്കാർ എത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതിന് മുന്നോടിയായി പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമമായൊരു ധാരണയിലേക്ക് എത്തുക. ഡാൻ സൂചിപ്പിച്ചതുപോലെ യോഗേഷ് ഗുപ്തയാണെങ്കിൽ 2030 ഏപ്രിൽ വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. റവാദ ചന്ദ്രശേഖർ 2026 ഏപ്രിൽ, നിതിൻ അഗർവാൾ 2026 ജൂലൈയിൽ സർവീസിൽ നിന്ന് വിരമിക്കും. അങ്ങനെയെങ്കിൽ ഈ യോഗേഷ് ഗുപ്തയാണെങ്കിൽ 2030 വരെ അദ്ദേഹത്തിന് ഒരു പരിധി ഉണ്ടല്ലോ, സമയപരിധി ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ സീനിയോറിറ്റിയൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ റവാദ ചന്ദ്രശേഖരനും നിതിൻ അഗർവാളിനുമല്ലേ കൂടുതൽ സാധ്യത? അങ്ങനെയെങ്കിൽ 1 വർഷത്തിന് ശേഷം അവർ വിരമിക്കും. വീണ്ടും ഒരു പട്ടിക, DGP-മാരുടെ പട്ടിക, പുതിയ പട്ടിക വരാം. അവിടെ ആ ചുരുക്കപ്പട്ടികയിൽ MR അജിത് കുമാറിന് തിരികെ കയറ്റാം. അത്തരമൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും പ്രതീക്ഷിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പെട്ടെന്ന് കടക്കുക വയ്യ. കാരണം DGP ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് നിയോഗിക്കുന്നവർക്ക് 2 വർഷമെങ്കിലും കുറഞ്ഞത് ആ പദവിയിൽ തുടരാനുള്ള ഒരു സാവകാശം നൽകണം എന്നത് സെൻകുമാർ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. കാരണം അത് വലിയ തരത്തിൽ ട്രിബ്യൂണലിൽ വരെ എത്തിയ ഒരു കേസ് കൂടിയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഇടപെടൽ വേണ്ടി വന്ന ഒരു കേസാണത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ നിതിൻ അഗർവാളിലേക്കോ യോഗേഷ് ഗുപ്തയിലേക്കോ എത്താനുള്ള സാധ്യതയാണ് മുമ്പിലുള്ളത്. പക്ഷേ ഇത് 3ഉം വ്യക്തമാക്കേണ്ട കാര്യം, ഈ 3 പേരും സർക്കാരിൻ്റെ പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്നവരല്ല. അതായത് അവർ 30 വർഷം സർവീസ് തികച്ചതിൻ്റെ പേരിൽ ഈ സർവീസ് ചട്ടങ്ങളുടെ വ്യവസ്ഥ വെച്ചുകൊണ്ട് മാത്രം സർക്കാർ മുമ്പോട്ട് വെച്ച ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് പേരുള്ള ഈ 3 പേരും സർക്കാരിൻ്റെ പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്നത് മനോജ് എബ്രഹാം, MR അജിത് കുമാർ, അതോടൊപ്പം സുരേഷ് രാജ് പുരോഹിത്, ഈ 3 പേരുകളാണ്. പക്ഷേ അവർ കമ്പാരിറ്റീവ്ലി ജൂനിയർ ആയതുകൊണ്ട് അവർ തടയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഈ 3 പേരിൽ ആര് എന്നൊരു ചോദ്യം ഉയരും. ആ ചോദ്യത്തിന് വൈകാതെ തന്നെ ഉത്തരമാകും. കാരണം തിങ്കളാഴ്ച നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർബേ സാഹിബിൻ്റെ കാലാവധി പൂർത്തിയാകുകയാണ്. അതിന് മുന്നോടിയായി മറ്റ് നടപടിക്രമങ്ങൾ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വൈകാതെ തന്നെ
ഈ 3 പേരിൽ ഒരാളെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. യെസ്, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. DGPമാരുടെ ചുരുക്കപ്പട്ടികയിൽ MR അജിത് കുമാറിന്റെ പേരില്ല. റവാഡ ചന്ദ്രശേഖർ, നിധിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിലുള്ളത്. സ്പോട്ട് ലൈവിലെ ഒരു ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടിൽ ജീവനക്കാരികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ ഒളിവിലാണ്. അതേസമയം ദിയ കൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനും ജാമ്യം അനുവദിച്ചു. ക്രൈംബ്രാഞ്ചിന്റെ സമർത്ഥമായ അന്വേഷണത്തിലാണ് തങ്ങളുടെ ഭാഗത്തെ സത്യവും ജീവനക്കാരുടെ ഭാഗത്തെ കളവും ബോധ്യപ്പെട്ടതെന്ന് നടൻ കൃഷ്ണകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. ജീവനക്കാർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല, നിയമപരമായ പോരാട്ടം തുടരുമെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. സാരംഗ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാരംഗ്, കഴിഞ്ഞ ദിവസം തന്നെ കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ച റിപ്പോർട്ടിൽ ദിയ കൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനുമെതിരെ യാതൊരു തെളിവുമില്ല. എന്നാൽ ജീവനക്കാരികൾ ഈ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിൻ്റെ തെളിവുകൾ തെളിവുകൾ ലഭിച്ചതായിട്ടുള്ള കണ്ടെത്തലായിരുന്നു ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. നിലവിൽ 3 ജീവനക്കാരികളുടെയും ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്യുന്ന നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം ഉടൻ തന്നെ കടക്കുന്നു. തീർച്ചയായും തുടക്കം മുതൽ തന്നെ ഒരു കൗണ്ടർ കേസായിരുന്നു ഈ ജീവനക്കാരികൾ തിരിച്ചു നൽകിയത്. അതായത് ഇത്രയും വലിയ 60 ലക്ഷത്തിലധികം രൂപ സ്ഥാപനത്തിൽ നിന്നും തട്ടിയെടുത്തു എന്നൊരു കേസായിരുന്നു ആദ്യം തന്നെ ഉണ്ടായിരുന്നത്. അതിലൊരു ഒത്തുതീർപ്പിനും അത്തരത്തിലൊരു മധ്യസ്ഥ ചർച്ചയ്ക്കും ശേഷം പരാതിയുമായി മുന്നോട്ട് പോയപ്പോഴായിരുന്നു ഈ കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും തങ്ങളെ തട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് സ്ത്രീത്വത്തെ അഭിമാനിച്ചു, അതുപോലെ തന്നെ അവിടുന്ന് ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു എന്ന തരത്തിലുള്ളൊരു പരാതിയുമായി ഈ ജീവനക്കാർ മുന്നോട്ട് വന്നത്. അത്തരത്തിലുള്ളൊരു കേസിലാണ് നിർണായകമായൊരു വഴിത്തിരിവുണ്ടായത്. ഈ 3 ജീവനക്കാരികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ സെഷൻ കോടതി തള്ളിയിരിക്കുന്നത്. ഈ വിനീത, ദിവ്യ, രാധ എന്നീ 3 ജീവനക്കാരികളാണ് ഈ തട്ടിപ്പ് പ്രധാനമായും നടത്തിയതെന്നാണ് കോടതി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. 60 ലക്ഷത്തിലധികം രൂപ ഈ സ്ഥാപനത്തിൽ നിന്നും ഒരു വർഷത്തിലധികം സമയമെടുത്ത്, അതായത് ഘട്ടം ഘട്ടമായി QR കോഡിൽ മാറ്റം വരുത്തി അവരുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് ഈ സ്ഥാപനത്തിൽ നിന്നും കസ്റ്റമേഴ്സ് നൽകുന്ന പണം സ്വന്തം അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. ആദ്യഘട്ടത്തിൽ ഇവർ ഈ തട്ടിപ്പിൻ്റെ ആഴം മനസ്സിലാക്കിയിരുന്നില്ല. തുടർന്ന് വിശദമായ അന്വേഷണത്തിലോ അതിനുശേഷം ഓഡിറ്റിംഗിലും അടക്കമാണ് ഇത്രയും വലിയൊരു തുക ഈ അക്കൗണ്ടിൽ നിന്നും, അതായത് സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും മാറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത്. നിലവിൽ ഈ 3 ജീവനക്കാരികളും ഒളിവിലാണ്. ഈ ജീവനക്കാരികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു
എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുൻകൂർ ജാമ്യാപേക്ഷ ഇതേപോലെ തന്നെ ദിയ കൃഷ്ണയും കൃഷ്ണകുമാറും നൽകിയിരുന്നു. ഈ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഇവർക്കെതിരെ തെളിവുകളൊന്നുമില്ല, വെറുതെ കൗണ്ടർ കേസ് മാത്രമായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. അത്തരത്തിൽ തന്നെയായിരുന്നു പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും പറഞ്ഞിരുന്നത്. അത്തരത്തിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ദിയ കൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനും ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതും ഒപ്പം ഈ 3 ജീവനക്കാരികൾക്കും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു. ഈ ജീവനക്കാരികൾ ഒരാളുടെ ഭർത്താവിന് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഈ 3 ജീവനക്കാരികളെയും ഇനി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് ഇനി കടക്കുന്നത് കേട്ടോ. സാരംഗ്, ഈ കൗണ്ടർ കേസിന്, അതായത് ദിയ കൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനും എതിരായിട്ടുള്ള കൗണ്ടർ കേസിന് പിന്നിൽ മറ്റൊരു ഗൂഢാലോചന ഉണ്ടോ? അതിന് പിന്നിൽ ഈ ജീവനക്കാരികളുടെ ഒരു ബുദ്ധി ആകാൻ സാധ്യതയില്ല. ഇവരെ രാഷ്ട്രീയപരമായി പോലും തുടക്കത്തിൽ വേട്ടയാടിയ ഒരു കേസ് കൂടിയാണത്. കാരണം കൃഷ്ണകുമാർ 3 ജീവനക്കാരികളെയും തട്ടിക്കൊണ്ടുപോയി, പിന്നീട് ജാതീയമായി അധിക്ഷേപിച്ചു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. അതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് കൂടി സംശയിക്കേണ്ടതല്ലേ? തീർച്ചയായും. കാരണം തട്ടിക്കൊണ്ടുപോകൽ എന്നതിലുപരി തന്നെ ആ സമയത്ത് വിളിച്ച് മോശമായി ദിയ കൃഷ്ണയുടെ ഭർത്താവ് സംസാരിച്ചു, അതേപോലെ തന്നെ മറ്റു രീതിയിലുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി എന്നൊക്കെ പലതരത്തിൽ ഇവരെ ദിയ കൃഷ്ണയെയും കൃഷ്ണകുമാറിനെയും കള്ളക്കേസിൽ കൊടുക്കാനുള്ളൊരു നീക്കങ്ങൾ പോലും പലതവണ ഉണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് CI വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു എന്ന് കൃഷ്ണകുമാർ തുടക്കത്തിൽ തന്നെ നമ്മോട് പങ്കുവച്ചിരുന്നു. വളരെ തൻ്റെ ഭാഗം കേൾക്കാനോ തൻ്റെ ഭാഗത്തെ ന്യായം മനസ്സിലാക്കാനോ ഉള്ളൊരു നീക്കം പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ തന്നെ ഇത്തരത്തിലൊരു ഇതിന് പിന്നിലൊരു ഗൂഢാലോചന കൃഷ്ണകുമാർ തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ജീവനക്കാരുകളുടെ ഇടയിൽ നിന്നും ഇത്തരത്തിലൊരു കൗണ്ടർ കേസ് വരിക എന്ന് പറയുന്നത് അത്ര സാധാരണമായി കണ്ടുവരുന്നൊരു സംഭവ വികാസമല്ല. കാരണം ഇത്തരത്തിലുള്ളൊരു കൗണ്ടർ കേസ് കൊടുക്കുക, അതും കള്ളക്കേസ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം വിശദമായ അന്വേഷണം ഉണ്ടാകും. കൃഷ്ണകുമാർ ദിയ കൃഷ്ണയൊക്കെ സെലിബ്രിറ്റികളാണ്. ഇവരുടെ കേസുകളിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകും. മാത്രമല്ല എളുപ്പത്തിൽ, അതായത് ഇത്തരത്തിലൊരു കള്ളക്കേസ് കൗണ്ടർ കേസായിട്ട് കൊടുക്കുമ്പോൾ അത് എളുപ്പത്തിൽ പോലീസിന് കണ്ടെത്താൻ കഴിയുമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിൽ ഇവരെ ഒരു കേസിൽ കൗണ്ടർ കേസ് കൊടുക്കുക എന്നുള്ള, അതിൽ ഇവരെ സമൂഹത്തിലൊരു മോശം പിക്ചർ ഉണ്ടാക്കുക എന്ന തരത്തിലേക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു നീക്കം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ തന്നെ ഇതിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് തുടക്കം മുതൽ തന്നെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ ഈ കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന തരത്തിലേക്കുള്ള നടപടികൾ കടക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാവുകയാണ്. ഇനിയുള്ള പോലീസ് അന്വേഷണത്തിലാണ് ഇതിന് പിന്നിലുള്ള മറ്റ് ശക്തികൾ എന്തൊക്കെയാണ്, ഈ കേസിന് പിന്നിൽ ഈ ജീവനക്കാരികളുടെ പിന്നിൽ വേറെ എന്തെങ്കിലും ഗൂഢാലോചനകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് വ്യക്തമാവുള്ളൂ കേട്ടോ. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ കായംകുളം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷം. സമയക്രമത്തെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. ഇരുകൂട്ടരും ബസ്സുകൾ അടിച്ചു തകർത്തു. അടൂർ കായംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ശ്രീ ദുർഗ, ഹരിശ്രീ എന്നീ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. വേണ്ടി ഗ്യാപ്പിൽ പെർമിറ്റ് കൊടുത്ത് ഈ മഴയും പിടിച്ച് പിള്ളേരെയൊക്കെ കൊണ്ടുപോണ്ടേ, ഇന്നത് ആള് കയറി ഇറങ്ങാൻ ചെയ്യണ്ടേ. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, യാത്രക്കാർ ബസ്സിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കായംകുളം ബസ് സ്റ്റാൻഡിലായിരുന്നു. 10:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് 2 ബസ്സുകൾ തമ്മിലുള്ള മത്സരോട്ടത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ശ്രീദുർഗ ഒപ്പം തന്നെ ശ്രീ വിനായക, ഈ 2 ബസ്സുകളുടെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലൊരു തർക്കം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. ഇതിൽ തന്നെ തുടർച്ചയായി ഈ ബസ്സുകൾ തമ്മിൽ മത്സരയോട്ടം ഉണ്ടാവാറുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇവര് കായംകുളം കറ്റാനം റൂട്ടിൽ ഓടുന്ന ബസ്സുകളാണ്. അതുകൊണ്ട് ഇവര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു ബസ് പാസ് ചെയ്ത് പോകുമ്പോൾ മറ്റൊരു ബസ്സിന് ആളുകളെ എടുക്കാൻ കഴിയാത്ത രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമായും പരാതിയായി ഉന്നയിച്ചിരുന്നത്. അത് ഈ മത്സര ഓട്ടത്തിനിടയിൽ പല ഘട്ടത്തിലും പ്രകോപനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് 2 വാഹനങ്ങളും അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ഇവർ തമ്മിലുള്ള തർക്കം, അതായത് റൂട്ടിലുണ്ടായിരുന്ന തർക്കം ഇവിടേക്ക് കൂടി വ്യാപിച്ചത്. അതിൽ തന്നെ ശ്രീദുർഗ എന്നുള്ള ബസ്സാണ് ആദ്യം ആക്രമിക്കപ്പെടുന്നത്. അതിന്റെ ഫ്രണ്ട് ഗ്ലാസ് അടിച്ചു തകർത്തു. പിന്നീട്
ആ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാർ തിരിച്ച് ഈ പറഞ്ഞ മറ്റ് ഹരിശ്രീ എന്ന ബസ്സിന്റെ ചില്ലും കൂടി അടിച്ചു തകർത്തിട്ടുണ്ട്. 12ഓളം ബസ്സുകൾ ഈ ഹരിശ്രീ എന്ന ബസ് ഉടമയ്ക്ക് ഈ ബസ്സിന്റെ പേരിൽ 12ഓളം ബസ്സുകൾ ആ റൂട്ടിൽ ഓടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവിടുത്തെ ആ റൂട്ടിലെ തന്നെ 2 പ്രബലരായ ടീമുകൾ തമ്മിലുള്ള ഒരു മത്സരയോട്ടത്തിന്റെ പരിണിത ഫലമായിരുന്നു ഈ സംഭവം എന്നുള്ളതാണ്. ബസ്സിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഉള്ള സമയത്തായിരുന്നു ഇത്തരമൊരു അക്രമം നടന്നിട്ടുള്ളത്. 2 ബസ്സിന്റെയും ഫ്രണ്ട് ഗ്ലാസ് അടിച്ചു തകർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്നുള്ള രീതിയിൽ പരസ്പര ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ടോം, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. കായംകുളത്താണ് ബസ് ജീവനക്കാർ തമ്മിൽ സമയക്രമത്തെ ചൊല്ലി തർക്കമുണ്ടായത്. പിന്നീട് 2 ബസ്സുകൾ അടിച്ചു തകർക്കുന്ന സാഹചര്യമുണ്ടായി. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് മറുപടിയുമായി നടൻ ജോജു ജോർജ്. ചുരുളി എന്ന സിനിമയെക്കുറിച്ച് മോശം അഭിപ്രായമില്ല. ചുരുളി ഫെസ്റ്റിവലിന് വേണ്ടി എന്നാണ് പറഞ്ഞത്. IFFKയിൽ വന്നത് തെറിയില്ലാത്ത വേർഷനും OTTയിൽ തെറിയുള്ള വേർഷനുമാണ്. പ്രതിഫലം കിട്ടിയില്ലെന്നും ജോജു ജോർജ് ആവർത്തിച്ചു. വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു. എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. അത് എൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കൊരു കേസ് വന്നു. ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു. ഈ നിമിഷം വരെ തന്നെ അതിന് തൊട്ട് മുമ്പ് വരെ ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല. സിനിമയോ ലിജോ എന്ന കലാകാരനെയോ ഞാൻ ഇത് സൗഹൃദത്തിൻ്റെ മേലെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളാം എന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ് ഉണ്ടാവണമല്ലോ അവർക്ക് എല്ലാവരുടെ കയ്യിൽ. തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിൻ്റെ ഒപ്പം ആ എഗ്രിമെൻ്റ് കൂടി പുറത്തു വിടണം. കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ച് കൊടുത്തോളാമെന്നും അതായിരുന്നു എൻ്റെ ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു വിടണം. ഞാൻ വീണ്ടും നാറണം. പക്ഷെ ഇതല്ല. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട്. എന്നെ ആരും പ്രശംസിക്കുന്നില്ല, എനിക്കാരും കൈയടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആ ഇൻ്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് സ്പേസിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. എന്നെ 20 വർഷം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടന്ന സമയത്തൊന്നും ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ടോ മോട്ടിവേഷൻ ക്ലാസ്സിന് പോയിട്ടോ ഒന്നുമല്ല എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഒരു സർവൈവൽ പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. എപ്പോഴും പൊരുതുക കയറി വരിക. അതേസമയം സിനിമയിൽ അഭിനയിച്ചതിന് പണം നൽകിയതിന്റെ തെളിവുകൾ നേരത്തെ സംവിധായകൻ ലിജോ ജോസ് പുറത്തുവിട്ടിരുന്നു. ചിത്രീകരണ സമയത്ത് ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്നും ലിജോ ഫേസ്ബുക്കിൽ കുറിച്ചു. നവമി ദിനേശ് ചേരുന്ന വിവരങ്ങളുമായി. നവമി, സിനിമ പുറത്തിറങ്ങി നാളുകൾക്ക് ശേഷം ഇത്തരമൊരു വിവാദത്തിന് പിന്നിൽ എന്താണ്? കഴിഞ്ഞ ദിവസമാണ് ജോജു ഒരു ഓൺലൈൻ ചാനലിൽ നടത്തിയ അഭിമുഖത്തിലാണ് ഈ സിനിമയെയും സിനിമയുടെ സംവിധായകനെയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ സിനിമ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ താൻ ഇത് ഫെസ്റ്റിവലിന് മാത്രമാണ് റിലീസ് ചെയ്യുക, അല്ലാതെ തിയേറ്ററുകളിൽ ഇത് എത്തിക്കില്ല എന്ന ഒരു അറിയിപ്പ് നൽകിയിരുന്നു. പക്ഷെ ഇത് OTTയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുകയും ഇതിൽ ഒരുപാട് അശ്ലീല പദപ്രയോഗങ്ങൾ ഉള്ളതിനാൽ വലിയ രീതിയിൽ ഇത് വിമർശനത്തിന് ഇരയാകുകയും ചെയ്തിരുന്നു. പിന്നീട് തനിക്ക് ഈ സിനിമയിൽ അഭിനയിച്ചതിന് പണം നൽകിയിരുന്നില്ല എന്നുകൂടി ജോജു പറയുന്ന സാഹചര്യമുണ്ടായി. ഇതിന് മറുപടിയായാണ് ഇന്ന് രാവിലെ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഇതിൽ കൃത്യമായി പറയുന്നത് ആരെയും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ഇതിലെ കഥാപാത്രം എന്താണെന്നോ അതിന്റെ ഭാഷ എന്താണെന്നോ കൃത്യമായി തന്നെ ജോജുവിന്റെ കഥാപാത്രത്തിന് അറിയാമായിരുന്നു. മറ്റൊന്ന്, ഈ സിനിമയ്ക്ക് വേണ്ടി ജോജു വാങ്ങിയ പ്രതിഫലത്തിന്റെ കണക്കും ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതിന് വീണ്ടും മറുപടിയായിട്ടാണ് ജോജു എത്തിയത്. താൻ പറഞ്ഞത് ഈ സിനിമ ഫെസ്റ്റിവലിന് IFFK ഫെസ്റ്റിവലിന് മാത്രമാണ് റിലീസ് ചെയ്തിരുന്നത്. ഈ മോശമായിട്ടുള്ള പദപ്രയോഗം ഇല്ലാത്ത രീതിയിലും താൻ ഡബ് ചെയ്തിരുന്നു. ഇത് മാത്രമാണ് പുറം ലോകം കാണുക എന്നാണ് താൻ വിചാരിച്ചത്. പക്ഷേ അത് നടപ്പായില്ല എന്നത് വലിയ വിഷമമുണ്ടായി. അതോടൊപ്പം മകളുടെ അഡ്മിഷന് വേണ്ടി സ്കൂളിൽ ചെന്നപ്പോൾ ഇത്തരത്തിൽ തന്റെ കഥാപാത്രത്തിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് അയാളുടെ മകളല്ലേ വരുന്നതെന്ന രീതിയിലേക്ക് പരാമർശങ്ങളുണ്ടായി. അത് തനിക്കും തന്റെ മകൾക്കും കുടുംബത്തിനും വളരെയേറെ വേദനിപ്പിച്ചു. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ട്രോളുകൾ കാണുന്നുണ്ട്. അതിലുമൊക്കെ തനിക്ക് ഏറെ വേദനയുണ്ടെന്നാണ് ജോജു പറഞ്ഞത്. ഒപ്പം ഈ സിനിമയുടെ പ്രതിഫലം താൻ കൈപ്പറ്റിയിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജോജു വീണ്ടും. വ്യക്തമാണ്. നവമി ദിനേശാണ്
വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.